പ്രീമിയർ ലീഗ് ടേബിളിലേക്ക് കിടക്കുകയാണെങ്കിൽ ആഴ്സണൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു 70 പോയിൻറ്റോട് കൂടി. ഒന്നാം സ്ഥാനത്ത് ആഴ്സണൽ ഈ അരക്കിട്ട് ഉറപ്പിക്കുക എന്ന് പറയില്ലേ, ഉറപ്പിച്ചൊരു ഇതാണ് ഇപ്രാവശ്യത്തെ പ്രീമിയർ ലീഗ്. ഞങ്ങളങ്ങ് എടുക്കുക എന്നുള്ള ലെവലിലാണ് ആർട്ടേറ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആർട്ടേറ്റ എവർട്ടനെ 2-0 എമിറേറ്റ്സിൽ വെച്ചിട്ട് തോൽപ്പിച്ചിരുന്നു. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി വെസ്റ്റ് ഹാമിനോട് 1-1 സമനിലയിൽ പിരിയുന്നു, പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. അത് കാരണം കൊണ്ട് തന്നെ ആഴ്സണൽ ഒന്നും കൂടി അഡ്വാൻറ്റേജ് കിട്ടുന്നു. അതുകൊണ്ട് 31 കളി, ഒരു കളി അഡ്വാൻറ്റേജ്, ഒരു കളി കൂടുതൽ കളിച്ചിട്ടില്ല ആഴ്സണൽ. എന്നിരുന്നാൽ പോലും 31 കളികളിൽ നിന്ന് 70 പോയിൻ്റായിട്ട് ആഴ്സണൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ 30 കളി, ഒരു കളി കുറവേ കളിച്ചിട്ടുള്ളൂ, 30 കളിയിൽ നിന്ന് 61 പോയിൻ്റായിട്ട് രണ്ടാം സ്ഥാനത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളി കുറച്ച് കളിച്ചിട്ടുള്ളൂ, പക്ഷേ 61 പോയിൻറ്റ്, 9 പോയിൻ്റ് വ്യത്യാസം. ഇനി 8 കളികളെങ്ങോട്ടാണ് പ്രീമിയർ ലീഗിൽ ബാക്കിയുള്ളത്. ആഴ്സണൽ 2-3 കളി തോക്കണം, വളരെ റയർ ചാൻസ് ആണ് അതിനുള്ളൂ. അങ്ങനെ തോക്കുകയും മാഞ്ചസ്റ്റർ സിറ്റി ഇനിയുള്ള കളികൾക്ക് ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആണ് ഈ കിരീട പോരാട്ടം ഒന്നും ടൈറ്റ് ആവുള്ളൂ. ഇപ്പോൾ സാഹചര്യത്തിൽ അത് വളരെ കുറവാണ്. മിക്കവാറും ആർട്ടേറ്റയും ടീമും അത് ചെയ്യാൻ സാധ്യതയില്ല. ഇനി ഒന്നാം സ്ഥാനത്ത് ആർട്ടേറ്റയുടെ ആഴ്സണൽ 31 കളിയിൽ നിന്ന് 70 പോയിൻ്റായിട്ട്. രണ്ടാം സ്ഥാനത്ത് പെപ്പ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി 30 കളിയിൽ നിന്ന്, ഒരു കളി കുറവ് കളിച്ചിട്ടുള്ളൂ, 30 കളികളിൽ നിന്ന് 61 പോയിൻറ്റ്, 9 പോയിൻറ്റ് വ്യത്യാസം. മൂന്നാം സ്ഥാനത്ത് ഓൾഡ് ട്രാഫേർഡ് കാരിക്കിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 30 കളികളിൽ നിന്ന് 54 പോയിൻ്റ് കൂടി മൂന്നാം സ്ഥാനത്ത്. പിന്നെ 4-ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല, 5-ാം സ്ഥാനത്ത് ലിവർപൂൾ, 6-ാം സ്ഥാനത്ത് ചെൽസി. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയാണ് പ്രീമിയർ ലീഗിൻ്റെ ടേബിൾ. ഓരോ കളിയും ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോ കളി ജയിക്കുമ്പോൾ കയറും, തോക്കുമ്പോൾ താഴും, ജയിക്കുമ്പോൾ കയറും, തോക്കുമ്പോൾ താഴും ലെവലിലാണ് ഉള്ളത്. എനിവേ ഏതാണ്ട് ആഴ്സണൽ ഒന്നാം സ്ഥാനം എന്നുള്ള ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. യുണൈറ്റഡിന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, 3-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അടുത്ത സീസണിൽ മിക്കവാറും ചാമ്പ്യൻസ് ലീഗിൻ്റെ അലയൊലികൾ ഓൾഡ് ട്രാഫോർഡിലും കേൾക്കാം. കുറേ നാളുകൾക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ഓൾഡ് ട്രാഫോർഡിൽ എത്തട്ടെ. ഇനി 8 കളികളുണ്ട്. ഊർജ്ജം കൈവിടാതെ കളിക്കുക.